നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC ഡിപ്ലോമ ആൻഡ് ITI ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന എക്സാംസിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ. അതോടൊപ്പം തന്നെ 25 നവംബറിൽ നടക്കാനിരിക്കുന്ന ഇലക്ട്രീഷ്യൻ എക്സാമിന് എന്തായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നും അതോടൊപ്പം തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും ഏതൊക്കെ ഏരിയാസാണ് ഫോക്കസ് ചെയ്യേണ്ടതും എന്നുള്ളതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ KSEBയിൽ ഇനി വരാനിരിക്കുന്ന സബ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആ സബ് എഞ്ചിനീയർ എക്സാമിന് വേണ്ടി എങ്ങനെയായിരിക്കണം നമ്മൾ ഈ ഒരു പ്രിപ്പറേഷനെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്ന ഒരു പ്രധാന കാര്യം. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം നവംബർ 25 നടക്കുന്ന ഇലക്ട്രീഷ്യൻ എക്സാം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഇതിൽ നമുക്ക് ഏകദേശം 5 ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എക്സാമാണ് നവംബർ 25 നടക്കുന്നത്. 2019 മുതൽ 2023 വരെയുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഒരു ഒറ്റ എക്സാം ആയിട്ടാണ് നടത്തുന്നത്. ഇത് ആദ്യമായിട്ടുള്ള ഇതിനു മുമ്പും ഇലക്ട്രീഷ്യൻ്റെ എക്സാം കമ്പൈൻഡ് ആയിട്ട് തന്നെയാണ് നടത്തിയിരിക്കുന്നത് എന്ന് എഴുതി ഇനി വരാനിരിക്കുന്ന ടെക്നിക്കൽ എക്സാംസ് എല്ലാം കമ്പൈൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസ് എല്ലാം കമ്പൈൻഡ് ആയിരിക്കും. അങ്ങനെയൊന്നും ഒരു റൂളും ഇല്ല. തൽക്കാലം അതൊക്കെ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടക്കുന്ന ഈ ഇലക്ട്രീഷ്യൻ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഈ വന്നിരിക്കുന്ന കലണ്ടറിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേരള PSC. അതായത് ഏകദേശം 10 മോഡ്യൂളായിട്ടാണ് ആ സിലബസ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ അതിൻ്റെ സിലബസ് ഡീറ്റെയിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അതിന് കാരണമുണ്ട്. കാരണം നമ്മുടെ പ്രിപ്പറേഷൻ ഈ ഒരു സിലബസിൽ, കാരണം ഈ സിലബസിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കേരള PSCയുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു സിലബസ് മാത്രമായിരിക്കരുത് നമ്മൾ കവർ ചെയ്യേണ്ടത്. അതിനൊരു കാരണമുണ്ട്. കാരണം 2005 മുതൽ 2019 വരെയുള്ള ITI ലെവൽ എക്സാംസ് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ തസ്തികകളിൽ തന്നെ ഏകദേശം 30-35ഓളം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ അതിലുള്ള എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമുക്ക് നെറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഇതെല്ലാം നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഈ സിലബസിനെക്കാട്ടും ITIയുടെ കരിക്കുലത്തിൽ പറഞ്ഞിട്ടുള്ള നിമി അല്ലെങ്കിൽ ഭാരത് സ്കില്ലിൻ്റെ ടെക്സ്റ്റ് ബുക്സും അതിൻ്റെ തന്നെ ട്രേഡ് തിയറി, അതിൻ്റെ തന്നെ പ്രാക്ടിക്കൽ തിയറി, അതുപോലെ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ ഭാരത് സ്കില്ലിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഇതൊക്കെ ആയിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം അതിൽ നിന്ന് മാത്രമേ ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. ഇനിയും ക്വസ്റ്റ്യൻ അതിൽ നിന്ന് മാത്രമേ ചോദിക്കാനുള്ള സാധ്യതയുള്ളൂ. കാരണം നമുക്ക് ഈ ഒരു നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാനില്ല. നമുക്കൊരു അനാലിസിസ് നടത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇത് 2005 മുതൽ 2020 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ചാർട്ട് ഇവിടെ ഇട്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് നമുക്കൊരു 80-90% ക്വസ്റ്റ്യൻസും എപ്പോഴും തിയററ്റിക്കൽ തന്നെയാണ്. ഒരു 10 to ഒരു മാക്സിമം 1-2 വർഷങ്ങളിൽ മാത്രം ഒരു 20 ക്വസ്റ്റ്യൻസോളം അല്ലെങ്കിൽ ഒരു 15-20 ക്വസ്റ്റ്യൻസോളം ന്യൂമറിക്കൽ അല്ലെങ്കിൽ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അതെല്ലാം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ നമ്മുടെ റാങ്ക് ഡിസൈഡിംഗ് എന്ന് പറയുന്നത് ഇതിനേക്കാളും ഈ പറയുന്ന ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു തിയററ്റിക്കൽ ടോപ്പിക്സ് ആണ്. അത് നമുക്ക് 100% കവർ ചെയ്യണമെങ്കിൽ നിമിയുടെ ടെക്സ്റ്റും അതുപോലെ തന്നെ ഭാരത് സ്കില്ലിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഭാരത് സ്കില്ലിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കും നമ്മൾ മസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്തിട്ട് പോയേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്ന വേറൊരു സ്ട്രാറ്റജി കൊണ്ടാണ് നമുക്ക് അതിലേക്ക് വരാം. കാരണം ഇതിൽ 100% ക്വസ്റ്റ്യൻസും ടെക്നിക്കലാണ്. ഇടയ്ക്ക് കുറച്ച് കാലം മാത്രമായിരുന്നു ഒരു 80-20 വന്നിരുന്നത്. അതായത് 80% ടെക്നിക്കലും ബാക്കി 20% നോൺ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസും. അതിന് മുമ്പ് നടന്നിരുന്ന ITI എക്സാംസും അതിനുശേഷം ഇനി നടക്കാൻ പോകുന്നത് എല്ലാം എന്തായിരിക്കും? 100% ടെക്നിക്കലായിരിക്കും. അപ്പം നമ്മളൊരു തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെ എക്സ്പെക്ട് ചെയ്യുക. അതിൽ ന്യൂമറിക്കൽ വന്നാൽ പോലും അല്ലെങ്കിൽ പ്രോബ്ലംസ് വന്നാൽ പോലും ഒരു 10-15% ക്വസ്റ്റ്യൻസ് മാത്രമേ അത്രയും ഉണ്ടാവുള്ളൂ. അത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനുള്ള ക്വസ്റ്റ്യൻ ഒന്നും ആയിരിക്കില്ല. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു 50:30:20 വേണം നമ്മൾ ഫോളോ ചെയ്യാൻ. ആ റേഷ്യോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. എക്സ്പെക്ട് 50:30:20. ഇതിൽ 50 എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊന്നുമല്ല, നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീഷൻ ലെവലും അതുപോലെ തന്നെ നമ്മുടെ പ്രിപ്പറേഷനിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം അനലൈസ് ചെയ്തായിരിക്കും മെജോറിറ്റി ആൾക്കാരും പോവുക. അപ്പം നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു 80% ക്വസ്റ്റ്യൻസും തിയററ്റിക്കൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു 50% ക്വസ്റ്റ്യൻസ് ഒരുവിധം പ്രിപ്പറേഷൻ ചെയ്യുന്ന എല്ലാവർക്കും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. അപ്പോൾ ആ 50% ക്വസ്റ്റ്യൻസ് ഒരു കാരണവശാലും നമുക്ക് തെറ്റിക്കാൻ പാടില്ല, അത് വേറെ കാര്യം. പക്ഷേ അത് നമുക്ക് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കണം നമ്മൾ തെറ്റുകൂടാതെ ആൻസർ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എപ്പോഴും ഒരു 50:30:20 ആണ്. അല്ലെങ്കിൽ 50 എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, അതായത് തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഒരു 30% ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു 100 ടെക്നിക്കൽ ക്വസ്റ്റ്യൻസിൽ 30 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നമുക്കൊന്നൊരു അല്പം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൻ്റെ ഓരോന്നും ഞാൻ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. 20% ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ITI ലെവൽ പ്രിപ്പറേഷൻ മാത്രം മതിയാവില്ല പലപ്പോഴും. കാരണം അതിനുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഈ പറയുന്ന എല്ലാം തന്നെ 2005 മുതൽ 2019 വരെയുള്ള ITI ഇലക്ട്രീഷ്യൻ എക്സാംസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ 20% ക്വസ്റ്റ്യൻസ് പലപ്പോഴും നമുക്ക് നല്ല രീതിയിൽ തിയറി അറിയാമെങ്കിൽ മാത്രം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് തന്നെയാണ് നമ്മുടെ റാങ്ക് ഡിസൈഡിങ് ക്വസ്റ്റ്യൻസും. അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിലബസിൽ
മാത്രം നമ്മുടെ പ്രിപ്പറേഷൻ ലിമിറ്റ് ചെയ്യാണ്ട് നമുക്ക് മസ്റ്റായി നമ്മൾ ഫോളോ ചെയ്തിരിക്കേണ്ട അല്ലെങ്കിൽ കവർ ചെയ്തിരിക്കേണ്ട കുറച്ച് ഏരിയാസ് ഞാൻ പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ സെൽഫ് പ്രിപ്പറേഷൻ നിങ്ങൾ എങ്ങനെ വേണോ പ്രിപ്പയർ ചെയ്തോളൂ, പക്ഷേ പ്രിപ്പറേഷനിൽ ഈ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ട്രേഡ് തിയറിയുടെ ബുക്സ്, അതായത് നിമിയുടെ സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അത് തന്നെ ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ ഭാരത് സ്കില്ലിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യും. ഇത് അല്ലെങ്കിൽ എന്നല്ല, ട്രേഡ് തിയറി അതുപോലെ തന്നെ പ്രാക്ടിക്കൽ തിയറി, ഈ 2 ടെക്സ്റ്റ് ബുക്കും നിങ്ങളുടെ 4 സെമസ്റ്ററിലും ITയുടെ ക്വാളിഫിക്കേഷനെയാണ് ഞാൻ ഈ പറയുന്നത്. 4 സെമസ്റ്ററിൻ്റെയും ഈ 2 ബുക്സിലും ഉള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അത് തന്നെയാണ് കഴിഞ്ഞ 15 തൊട്ട് 20 വർഷം വരെ ചോദിച്ചിട്ടുള്ളത്. അത് എല്ലാ എക്സാമിനും, ഈ കേരള PSCയുടെ എക്സാം മാത്രമല്ല, ISRO ടെക്നീഷ്യൻ ആയിക്കോട്ടെ, അതുപോലെ RRBയുടെ ടെക്നീഷ്യൻ എക്സാംസ്, ഇതെല്ലാത്തിലും ഇലക്ട്രിക്കൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ എക്സാംസിനും എല്ലാ സ്റ്റേറ്റ് PSCക്കും ചോദിച്ചിരിക്കുന്നത് ഇത്രയും ഇരുന്ന് തന്നെയാണ്. അപ്പം നിമിയുടെ ടെക്സ്റ്റ്, അതായത് ട്രേഡ് തിയറിയുടെ 4 വോള്യൂം നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ഭാരത് സ്കില്ലിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാം എത്രയാണ് 50:30:20 എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഇതൊരു റഫ് ആയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ആണ്. എന്നാൽ പോലും നിങ്ങൾ ഈ പറയുന്ന 20 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടണമെങ്കിൽ, അതായത് റാങ്ക് ഡിസൈഡിംഗ് ആയിട്ടുള്ള 20% ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻസ്, അതായത് ശരിക്കും പറഞ്ഞാൽ അതിലുള്ള കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലിൻ്റെ ഏറ്റവും കോർ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. അത് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഏതൊക്കെ ഏരിയാസ് ആണെന്നും ഏതൊക്കെ ന്യൂമറിക്കൽ അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസിനാണ് നമുക്ക് ന്യൂമറിക്കൽ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. പക്ഷേ ആ ഒരു രീതിയിൽ വേണം നമ്മുടെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതായത് സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് മാത്രം റെഫർ ചെയ്തുകൊണ്ട് പോരുത്. നമ്മുടെ സ്റ്റാൻഡേർഡ് റെഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും നിമിയുടെ ടെക്സ്റ്റും അതുപോലെ തന്നെ ഭാരത് സ്കില്ലിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കും ആയിരിക്കണം. അതിൽ തന്നെ ട്രേഡ് തിയറിയും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ തിയറിയുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെയായിരിക്കും ഈ പറയുന്ന IT അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ എക്സാമിന് ചോദിക്കാൻ പോകുന്നത്. അതിൽ നിന്ന് പുറത്തൊന്നും ചോദിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഡിഗ്രി ലെവൽ എക്സാംസിന് ഉള്ളതുപോലെ ഒരു ടഫ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒന്നും ഈ എക്സാമിന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു കാര്യം എന്തായാലും കവർ ചെയ്തിരിക്കുക. പിന്നെ ഇത് എങ്ങനെയായിരിക്കും പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു 80% ക്വസ്റ്റ്യൻസും എന്താണ്, തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ആ ഒരു ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെജോറിറ്റിയും. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആ 80% തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അത് എങ്ങനെ റിവൈസ് ചെയ്യാന്നുള്ളതാണ്. അതിന് ഏറ്റവും എഫക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഭാരത് സ്കില്ലിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കോൺസെപ്റ്റ് ത്രൂ ക്വസ്റ്റ്യൻസ് ആൻഡ് റിവിഷൻ ത്രൂ ക്വസ്റ്റ്യൻസ്, ഈ ഒരു സ്ട്രാറ്റജി തന്നെയായിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞു എങ്ങനെ വേണോ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം, പക്ഷേ അറ്റ്ലീസ്റ്റ് ഡെയിലി ഇത്ര ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ റിവൈസ് ചെയ്തിരിക്കണം. ഇത്ര ക്വസ്റ്റ്യൻസിൽ ഇൻവോൾവ് ആയിട്ടുള്ള കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഇതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ടോപ്പിക് വൈസ് അതുപോലെ തന്നെ വീക്ക്ലി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ, ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അത്രയും നമ്മൾ ആ ടോപ്പിക്ക് കവർ ചെയ്തിട്ടുള്ള ഏരിയാസിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തിട്ട് ഒരു ടെസ്റ്റ് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ വീക്ക്ലി നമ്മൾ പഠിച്ചു. കാരണം ഇത് തിയററ്റിക്കൽ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഒരു 30% വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്കറിയാം. 50% ക്വസ്റ്റ്യൻസ് നമുക്ക് ഡയറക്റ്റ്ലി തന്നെ 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഈ പറയുന്ന എക്സാം, നമ്മളിപ്പോൾ നടക്കാൻ പോകുന്ന എക്സാമിൽ ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീഷൻ ലെവൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പോയാലും വളരെ എളുപ്പത്തിലാണ് അല്ലെങ്കിൽ എക്സാം വളരെ ഈസി ആണെങ്കിൽ നമുക്ക് 70+ എന്തായാലും കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യാം. ഇത് എക്സാജറേറ്റഡ് ആയിട്ട് പറയുന്നതല്ല, 70+ എക്സ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. ആ ലെവലിൽ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ 50% ക്വസ്റ്റൻസ് ഡയറക്റ്റ് ക്വസ്റ്റൻസ് ആണ്. ഇപ്പോൾ ഒരു 30% ക്വസ്റ്റൻസ്, എഗെയിൻ ഞാൻ ഈ പറയുന്ന 30:20 എല്ലാം നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റൻസ് അനലൈസ് ചെയ്തുകൊണ്ടാണ്. ഈ 30% ക്വസ്റ്റൻസ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ക്വസ്റ്റൻ പറയുകയാണ്, സേ വാട്ട് ഇസ് AY/FY കേബിൾ. അപ്പോൾ AY/FY കേബിൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമിനൊന്നും അതിങ്ങനെ പ്രിപ്പയർ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. വാട്ട് ഇസ് AY/FY കേബിൾ? AY/FY എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഫസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കറണ്ട് റേറ്റിംഗ് ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതിൻ്റെ കറണ്ട് റേറ്റിംഗ് എത്രയായിരിക്കും? 335 ആംപിയർ ആണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇതിൽ എന്താണ് A മീൻ ചെയ്യുന്നത്, Y എന്താണ് മീൻ ചെയ്യുന്നത്, ഓരോ ടേമിൻ്റെയും മീനിങ് എന്താണ്? A മീൻസ് ഫോർ അലുമിനിയം കണ്ടക്ടർ ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഇസ് PVC ഇൻസുലേറ്റഡ് ആണ്. അതുപോലെ തന്നെ സ്റ്റീൽ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊക്കെയാണ് ഈ 30% ക്വസ്റ്റൻസ് വരുന്നത്. 20% ക്വസ്റ്റൻസ് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. ഫോർ ഡിഗ്രി ലെവൽ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അത് ഈസിയാണ്. പക്ഷേ നമുക്ക് ആ കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ ആ 20% ക്വസ്റ്റൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് റാങ്ക് ഡിസൈഡിങ്. അപ്പോൾ ഈ പറയുന്ന ഇത് രണ്ടുമാണ് നമ്മുടെ റാങ്ക് ഡിസൈഡിങ്. അതിന് വേണ്ടിയാണ് ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് വേണം നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അതിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസ് നിങ്ങൾ ചെയ്യരുത്. ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ഇലക്ട്രീഷ്യൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട്. എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു എക്സാം മാത്രമല്ല നമ്മുടെ ഫോക്കസ്. നമ്മളിപ്പോൾ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ ഇനി വരാനിരിക്കുന്ന KCB സബ് എഞ്ചിനീയർ പോലുള്ള എക്സാംസിന് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതെല്ലാം മനസ്സിൽ വെച്ച് വേണം നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം, അതായത് November 25th വരെ നമുക്ക് ഏകദേശം 80 days അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളൊരു ബ്രീഫ് ഒരു കോഴ്സ് പ്ലാൻ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 80% ക്വസ്റ്റൻസ് തിയററ്റിക്കലാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ റിവിഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എപ്പോഴും
ഓരോ ടോപ്പിക് കഴിയുമ്പോഴും നമ്മൾ റിവിഷനും അതുപോലെ തന്നെ പ്രാക്ടീസ് ടെസ്റ്റും കഴിയുന്നതും എടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ സെപ്റ്റംബർ 1 തൊട്ട് 31 ഒക്ടോബർ ഏകദേശം 60 ഡേയ്സ് ഉണ്ട്. ഈ 60 ഡേയ്സ് ആയിരിക്കണം നമ്മളുടെ പ്രിപ്പറേഷനിലെ സ്റ്റഡി ഫേസ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന എല്ലാം ആ ഒരു സമയത്തായിരിക്കണം. ലാസ്റ്റ് 1 മന്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 21 ഡേയ്സ് നവംബറിൽ നമ്മൾ എപ്പോഴും എത്രത്തോളം നമുക്ക് മോക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റുമോ അതിലൂടെ ആയിരിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോൺസെപ്റ്റ് ത്രൂ ക്വസ്റ്റൻസും റിവിഷൻ ത്രൂ ക്വസ്റ്റൻസും ഏറ്റവും കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് നവംബറിലാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇതൊരു ഒരു ITA ലെവൽ ഡിപ്ലോമ ലെവൽ എക്സാം ആയിരിക്കുമ്പോൾ അവിടെ നമ്പർ ഓഫ് ക്വസ്റ്റൻസ് എത്രത്തോളം നമ്പർ ഓഫ് ക്വസ്റ്റൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും അതായിരിക്കും നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുക. ഒരു ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ നമുക്ക് എന്തായാലും 70+ കട്ട് ഓഫ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. പ്രീവിയസ് കട്ട് ഓഫ്സ് ഒന്നും ഞാൻ ഇവിടെ അനലൈസ് ചെയ്യാത്തത് അതിന് വലിയ റെലവൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. 70+ കട്ട് ഓഫ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി മാക്സിമം ക്വസ്റ്റ്യൻസ് തെറ്റ് കൂടാതെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് മാക്സിമം അറ്റംപ്റ്റ് ചെയ്യുക. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ഡെയിലി നിങ്ങൾ 2 മോക്ക് ടെസ്റ്റ് എങ്കിലും അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സ്റ്റഡി പ്ലാനിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് നവംബർ തൊട്ട് 21 നവംബർ വരെ ടെസ്റ്റിനെ ആയിരിക്കണം ഫോക്കസ് ചെയ്യുന്നത്. അതിലൂടെ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ക്ലിയർ ആണോ? നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു കോഴ്സ് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് ശ്രദ്ധിക്കാവുന്നതാണ്. സെൽഫ് പ്രിപ്പറേഷൻ നടത്തുന്നവർക്ക് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതുമാണ്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നവംബർ 25 നടക്കാൻ പോകുന്ന ഇലക്ട്രീഷ്യൻ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യാറുള്ളത് പോലെ ഒരു എക്സാം മാത്രം ഫോക്കസ് ചെയ്യാണ്ട് നമ്മൾ അതുമായി റിലേറ്റ് ചെയ്യുന്ന ആ ഒരു എക്സാമിനെ എക്സ്പെക്ട് ചെയ്യാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അതിനുള്ള എല്ലാ സോഴ്സസും കൂടി റെഫർ ചെയ്തായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അത് ഞാനിവിടെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞാണ്. ഇവിടെ നമ്മൾ നിമിയുടെ ക്വസ്റ്റ്യൻസും ഭാരത് സ്കിലിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് അതുപോലെ തന്നെ ISROയിലും RRBയിലും ഒക്കെ നടന്നിട്ടുള്ള ITA ഡിപ്ലോമ ലെവൽ എക്സാംസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്സ്മാൻ ടെക്നീഷ്യൻ ഗ്രേഡ് B എന്നീ എക്സാംസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നമ്മുടെ കേരള PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മുടെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പെക്ട് ചെയ്യുക. അപ്പം റിവിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ടോപ്പിക് വൈസും അതുപോലെ തന്നെ ഓരോ വീക്ക്ലിയും ഓരോ മന്ത്ലിയും നമ്മൾ ടെസ്റ്റ് ഫോളോ ചെയ്യണം. അതിന് തന്നെ ടെസ്റ്റ് അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നവംബർ എന്ന് പറയുമ്പോൾ നവംബറിൽ നമ്മൾ 21 ഡേയ്സ് നവംബർ 25 എക്സാം. പക്ഷേ നവംബറിലുള്ള ഫസ്റ്റ് 21 ഡേയ്സിലും നമ്മൾ എന്തായിരിക്കും നമ്മൾ ഓരോ ദിവസവും 2 ടെസ്റ്റ് വെച്ചിട്ട് ഫുൾ ആൻഡ് മോക്ക് ടെസ്റ്റ് നമ്മൾ എഴുതുന്നുണ്ടാവും. അതിൻ്റെ തന്നെ ടെസ്റ്റ് അനാലിസിസ് ഉണ്ടാവും. അതായിരിക്കണം നമ്മുടെ കംപ്ലീറ്റ് റിവിഷൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അതുവരെ സെപ്റ്റംബർ ഒക്ടോബർ കംപ്ലീറ്റ് വരെ നമ്മുടെ തിയറിറ്റിക്കൽ ടോപ്പിക്സ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഏരിയാസ് എല്ലാം കവർ ചെയ്ത് അതിൻ്റെ തന്നെ സെൽഫ് പ്രിപ്പറേഷൻ ടെസ്റ്റുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. ഇനി ഈ ഒരു കോഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ സ്കോർ അക്കാഡമി പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള ITA ഡിപ്ലോമ ഈ ഏരിയയിലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഫാക്കൽറ്റീസുമായി കൺസൾട്ട് ചെയ്താണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് എപ്പോഴും നമ്മളുടെ ഇതുപോലത്തെ എക്സാംസ് ഓൾറെഡി തന്നെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള മാഷിമാർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഈ ഫോളോ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്താലും ഇത് ഇത്രയും ഫോളോ ചെയ്ത് തന്നെ പ്രിപ്പയർ ചെയ്യുക. എസ്പെഷ്യലി നിമിയുടെയും ഭാരത് സ്കിലിൻ്റെയും ഒക്കെ ക്വസ്റ്റൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നമ്മൾ എപ്പോഴും പറയാറുള്ള ഡിഗ്രി ലെവൽ എക്സാമിന് നമ്മൾ പറയാറുള്ളത് പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് മാത്രം പോരാ, എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും അതിൽ തന്നെ ഒരു ITA ഡിപ്ലോമ ലെവലിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വേണം പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഈ ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഇലക്ട്രീഷ്യൻ എക്സാമിന് വേണ്ടി മാത്രമല്ല, ഡിപ്ലോമ ആൻഡ് ITA ക്വാളിഫിക്കേഷനുള്ള ഇനി വരാനിരിക്കുന്ന ഏതൊരു എക്സാമിനും ഈ പ്രിപ്പറേഷൻ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. എസ്പെഷ്യലി നമ്മൾ ഇനി നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്ന KCB സബ് എഞ്ചിനീയർ പോലുള്ള എക്സാംസിനെല്ലാം ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഷോർട്ട് നോട്ട്സും ചാർട്ട്സും എല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതെല്ലാം നമ്മുടെ പ്രിപ്പറേഷന് ഈ പറയുന്ന പോലെ സ്ട്രക്ചർ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് നവംബർ 25 ഈ ഇലക്ട്രീഷ്യൻ്റെ എക്സാം. പക്ഷേ നമ്മൾ ഈ കോഴ്സിൻ്റെ വാലിഡിറ്റി സെറ്റ് ചെയ്തിരിക്കുന്നത് 1 ഇയറിലേക്കാണ്. മാത്രമല്ല ഇത് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന ഒരു പുതിയ കോഴ്സാണ്. സ്കോർ അക്കാഡമി പുതിയതായി ലോഞ്ച് ചെയ്യുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് തൊട്ട് തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. ഫസ്റ്റ് 1 വീക്ക് ഈ ഒരു കോഴ്സിൻ്റെ ആക്സസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ ഇത് എവാലുവേറ്റ് ചെയ്യാനാണ്, ഈ കോഴ്സിൻ്റെ ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാനാണ് ജോയിൻ ചെയ്യണോ വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ കോഴ്സ് മുന്നോട്ട് പോകാൻ പോകുന്നത്. സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതല്ല പ്രിപ്പറേഷൻ ഹെൽപ്പ് വേണം എന്നുള്ളവർക്ക് നമ്മുടെ ഈ പ്രിപ്പറേഷനിൽ ഒപ്പം ചേരാവുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.